സംഭവം ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഉള്ള കേട്ട് കേൾവിയാണ്. ഇവിടുത്തെ ഈ വളവിൽ, അതായത് വാഹനം അതിവേഗത്തിൽ വരും. വളവ് നിവർന്ന് ആ വാഹനം നിവർന്ന് വരുന്ന സമയത്ത് തന്നെ റോഡ് ക്രോസ് ചെയ്ത് അത് ആളിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയത്തില്ല, ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ട് തോന്നും. അതേസമയം വരുന്ന വാഹനം അമിതമായി ബ്രേക്ക് പിടിക്കുകയോ മറ്റുള്ള കാര്യം. അപ്പോൾ നമ്മൾ സുമതിനെ കൊന്നിട്ട് ആ ഒരു വളവിൽ, ആ ഒരു സ്പോട്ടിലാണുള്ളത്. ഇവിടെയാണ് സുമതിനെ കൊന്നിട്ടത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെ എല്ലാവരും പറയുന്നത് ഒരേ കാരണം തന്നെയാണ്, ഇങ്ങനത്തുള്ള ഒരു ശക്തി ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. രാത്രി കാലങ്ങളൊക്കെ ബൈക്കിൽ വരുന്നവർക്കും ഒരുപാട് അനുഭവങ്ങൾ, ഓരോ ആക്സിഡന്റുകൾ ഉണ്ടായിട്ട് അതിന്റെ തെളിവ് സഹിതം അവർ കാണിച്ചു തരാണ്. അപ്പം ഈ ഒരു സ്ഥലത്ത് വൈറ്റി ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്, ഒരുപാട് എൻ്റെ വീഡിയോകൾക്ക് താഴെ വന്ന് കമന്റ് ചെയ്തിരുന്നു പണ്ടൊക്കെ, ആദ്യത്തെ വീഡിയോകൊക്കെ ഇപ്പം വരുന്നുണ്ട്. സുമതി വളവിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വന്ന സ്ഥിതിക്ക് അപ്പോൾ ആ സുമതി വളവിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഒന്ന് പറഞ്ഞു തരണം. പകലാണ് പോണത്, രാത്രിയല്ല. രാത്രി വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലല്ല. ഇപ്പൊ സുമതി വളവ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഫേമസ് ആയിട്ട്, കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സുമതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ ഒരു വളവിൽ വെച്ച് കൊല്ലപ്പെടുകയാണത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പരത്തുന്ന ഒരു കഥ കൂടിയാണത്. ഇതിനെ സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ടും തന്നെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് സുമതി വളവിൽ കൂടെ രാത്രിയിൽ പോകാൻ പാടില്ല എന്നുള്ളത്. ബൈക്കിൽ പോകുമ്പം ഒരു സ്ത്രീ വെളുത്ത സാരി കണിഞ്ഞ് ഓടിപ്പോകുന്നതായിട്ടും, അതുപോലെ തന്നെ ബൈക്കിന്റെ പുറകിൽ ആൾക്കാർ, ഒരു പെണ്ണ് ഇരിക്കുന്നതായിട്ടും, ഒരു പെണ്ണിന്റെ കരച്ചിലായിട്ടും ചിരിയൊക്കെ ആയിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഈ ഒരു ഭാഗത്തൂടെ ആരും തന്നെ ബൈക്കിൽ സഞ്ചരിക്കാറില്ല എന്നൊക്കെ ഉള്ള ഒരു കഥകളൊക്കെ ഉണ്ട്. അനുഭവസ്ഥർ പറയുന്നതായിട്ടുള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സുമതി വളവിനെ കുറിച്ച്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കഥകളും അങ്ങനത്തെ ഒരു സംഭവ കഥകൾ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയോ കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നത്. അപ്പം വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സുമതി വളവാണ്. സുമതി വളവിന്റെ നേർക്കാഴ്ചയാണ്. സുമതി വളവിൽ പകല് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ഹൊററായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഞാൻ ഏകദേശം ബസ്സിൽ ഇങ്ങനെ വരുമ്പോൾ കണ്ടു സുമതി വളവ്. ഒരു കൊടും വളവാണ്, എസ് വളവാണ്. ഇഷ്ടംപോലെ എയർപിൻ വളവുകളുള്ള ഒരു സ്ഥലമാണ് ഈ സുമതി വളവ്. അപ്പം അവിടെ രാത്രി പോകുന്ന പറഞ്ഞാൽ എനിക്ക് ഒന്ന് സ്വന്തം വണ്ടിയിലൊക്കെ വന്ന് വീഡിയോ ചെയ്യുകയാണെങ്കിൽ രാത്രി പോകാൻ പറ്റും. പകലൊക്കെ ഓക്കെയാണ്. അപ്പം നമുക്ക് ഇന്ന് അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാം. പകലാണ്, അതുകൊണ്ട് പ്രശ്നമില്ല, വലിയ പേടിയൊന്നുമില്ല. പക്ഷെ ആ ഒരു ഏരിയയിൽ ആൾക്കാരൊന്നുമില്ല. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ജസ്റ്റ് ഈ ഒരു പുളിമൂട് ഭാഗത്ത്, പുളിമൂടെന്ന് ഇങ്ങോട്ട് പറയുന്നത് ഇപ്പോൾ ഒരു പാലം, ഈ ഒരു പുഴയൊക്കെ ഉണ്ടല്ലോ, താഴെ പുഴ ഒഴുകിക്കൊണ്ട് കാണും. അതൊരു പാലം കഴിഞ്ഞാൽ പിന്നെ സുമതി വളവിന്റെ ഏരിയ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം ഫസ്റ്റ് ഒരു എയർപിൻ വളവാണ് ഈ കാണുന്നത് കേട്ടോ. എന്തോ മഞ്ഞുമൽ കണ്ട അവിടെ ഭയങ്കര കരച്ചില്. രാത്രിയൊക്കെ ഇതുവഴി നടന്നു വരാൻ ഒരിക്കലും പാടില്ല. കാരണം ഒരു വന്യമൃഗം അവിടെ നിന്ന് കരുന്നുണ്ട് ഫോറസ്റ്റിൽ നിന്ന്. റോഡ് ശരി എത്രയും പകൽ വരെ ഇവരുണ്ട് ഇവിടെ. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. ഇതുണ്ടോ, ശ്രദ്ധിക്കുക, വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ പോകണ്ടെന്ന് ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വളം കേട്ടോ, രണ്ടാമത്തെ വളം എത്തിയേ. പേടിയാണ്, എന്താ അറിയോ, പകലാണ്. ആടുന്നൊരു എന്തോ ഒരു കരച്ചിൽ കേട്ടോ, കറക്റ്റായിട്ട് വന്യമൃഗമാണത്. അപ്പൊ ഒരു പേടി. ഒരാൾ പറയുകയും ചെയ്ത് പോത്ത് വരുന്നു. അതാ തിരിച്ചു നോക്കി പോണത്. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് രാത്രി വരാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആട്ടോ. എന്തായാലും സുമതിനെ കൊന്നിട്ട് ആ വളവിലേക്ക് നമ്മൾ എത്തിപ്പോ. മൂന്നാമത്തെ ഹെയർപിൻ വളവാട്ടത്, മൂന്നാമത്തേത്.
രണ്ട് സൈഡും ഫോറസ്റ്റാണ്. റോഡിന്റെ ഇരുവശവും ഫോറസ്റ്റാണ്. അതായത് ഇതിന്റെ പ്രത്യേകത. ഇതൊരു ഹസ്ബൻഡാണ്. ഇത്രയും ഹസ്ബൻഡുകളുണ്ടോ? അങ്ങനെ നമ്മൾ സുമതികൾ ഫുള്ള് നടന്ന് തീരാറായി ഏകദേശം. ഇതിലൊക്കെയാണ് രാത്രി ആൾക്കാർ ബൈക്കിൽ പോകുമ്പോൾ സൗണ്ടുകളും ആരെങ്കിലും ഓടി മറിയുന്ന രൂപത്തിനൊക്കെ കണ്ടു എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ അനുഭവം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള അനുഭവമുള്ള ആൾക്കാരെ നമുക്ക് ഒന്ന് ക്യാമറയിൽ മുന്നിൽ കൊണ്ടുവരണം. ഇങ്ങനെ 4ാമത്തെ വളവ്. ഇതാണ് 4ാമത്തെ വളവ് കേട്ടോ. 4 വളവ് കഴിഞ്ഞു. അവിടെ 4ാമത്തത്. 6ാമത്തെ വളവ്. 5 കഴിഞ്ഞു. 6ാമത്തെ വളവ് അവിടെ. പക്ഷെ ഈ വളവിലൊക്കെ തന്നെ ക്യാമറ പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തോ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ക്യാമറ. 6ാമത്തെ വളവ്. ഒരാൾ പോലും ഇത് നടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ബൈക്കിലാണ്. ബൈക്കില്, ബസ്സില്, ലോറി, കാർ, ഇതൊക്കെയാണ്. ഒരാൾ പോലും നടക്കുന്നത് കണ്ടില്ല. ഒരു മനുഷ്യൻ. ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് എന്താ പറയുക, എന്തെങ്കിലും കാട്ടുമൃഗങ്ങൾ വന്നാലോ അറ്റാക്ക് ചെയ്താലോ. പക്ഷെ നമ്മൾ ഈ 6 വളവിൽ ഏത് വളവാണ് സുമിതിനെ കൊന്നിട്ടത് എന്നുള്ളത് നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം. അതിനൊരാളെ കാണുന്നില്ല. കണ്ടുപിടിച്ചു. അതെ, സുമതി വളവ്. ആ ഒരു വളവിൻ്റെ ആയിരിക്കാം മിക്കവാറും ഒരു സുമതി എന്ന് പറഞ്ഞ ആളെ കൊന്നിട്ടത്. ഇതാണ് സുമതി വളവ്. ഭയങ്കര കണ്ടിട്ടോ, തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. അതല്ലോ കാണുന്നില്ല അങ്ങോട്ട്, ഇത്രയും തിക്കായിട്ടുള്ള ഫോറസ്റ്റ്. അപ്പം നമ്മൾ സുമതി വളവിൽ യഥാർത്ഥത്തിൽ സംഭവം നടന്നിട്ട് ഉള്ള ആ സുമതി വളവിലെത്തിയിട്ടോ. കണ്ടോ, അപ്പം സംഭവം നടന്ന സുമതി വളവ്. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 7 വളവാണ് വേണ്ടത്. ഇനി വളവുകളുണ്ട്. ഒന്ന് കയറി നോക്കാം. ഈ കാണുന്നത് 7ാമത്തെ വളവ് കേട്ടോ. 7ാമത്തെ വളവിലെത്തി. ആകെ ക്ഷീണിച്ചു. ഏകദേശം 2 കിലോമീറ്റർ ഞാൻ നടന്നു ഈ വളവ് തന്നെ. 7ാമത്തെ വളവ്. ഇവിടെയൊക്കെ തന്നെ ഫോറസ്റ്റിന്റെ കർശനമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക്, വനത്തിലേക്ക് പ്രവേശിക്കരുതെന്നും അതുപോലെ തന്നെ വേസ്റ്റുകൾ ഇടരുതെന്നും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്യാമറകളൊക്കെ സ്ഥാപിച്ചത്. വളരെ വിജനമായിട്ടുള്ള സ്ഥലം കേട്ടോ. സൈലന്റ് ആണ്. ഒരനക്കവും ഇല്ല ഇവിടെ എവിടെയും. ഇത്രയും ഇവിടെ വനം തന്നെ സൈലന്റ് ആണ്. ഫുള്ള് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടോ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത വളവ്, 8ാമത്തെ വളവ്. ഞാൻ ആകെ ക്ഷീണിച്ചു. വളവ് കാണിച്ചു തന്നെ എല്ലാം ക്ഷീണിച്ചു. നല്ല കൊടും വളവാ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കില്ല, ഇങ്ങനെ പണിയോളാം.
ഇത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ, സുമതി വളവ്. അപ്പോൾ ഈ ഒരു ഈ രണ്ട് ബോർഡിൻ്റെ ഇടയ്ക്കാണ് സുമതി വളവ് വരുന്നത്. നമ്മൾ താഴെ കണ്ട ആ ഒരു ബോർഡും ഇവിടെ കാണുന്ന സുമതി വളവും. അപ്പോൾ രണ്ട് ബോർഡ് ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പം ഈ ഒരു ഭാഗമല്ല കേട്ടോ, ഞാൻ തോന്നുന്നത്. അങ്ങനെ നമ്മൾ ആ പ്രശസ്തമായ ആ ഒരു അബാൻഡൻ ആയിട്ടുള്ള ആ സ്ഥലത്തെത്തി. ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് ആക്സിഡന്റുകൾ നടന്ന് അതിന്റെ തെളിവ് ഇവിടെ കാണാൻ പറ്റും. എന്താ പറയുക, ചില ഹെൽമെറ്റുകളും അവിടെ ആക്സിഡന്റ് ആയ അവരുടെ ചെരുപ്പുകളൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. സംഭവം ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഉള്ള കേട്ട് കേൾവിയാണ്. ഇവിടുത്തെ ഈ വളവിൽ, അതായത് വാഹനം അതിവേഗത്തിൽ വരും. വളവ് നിവർന്ന് ആ വാഹനം നിവർന്ന് വരുന്ന സമയത്ത് തന്നെ റോഡ് ക്രോസ് ചെയ്ത് അത് ആളിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയത്തില്ല, ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ട് തോന്നും. അതേസമയം വരുന്ന വാഹനം അമിതമായി ബ്രേക്ക് പിടിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നു. അതാണ് ഇവിടുത്തെ പ്രധാന ഒരു സംഭവം. അപ്പൊ നമ്മൾ സുമതിനെ കൊന്നിട്ട് ആ ഒരു വളവിൽ ആ ഒരു സ്പോട്ടിലാണുള്ളത്. ഇവിടെയാണ് സുമതിനെ കൊന്നിട്ടത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെ എല്ലാവരും പറയുന്നത് ഒരേ കാരണം തന്നെയാണ്, അത്തരത്തിലുള്ള ഒരു ശക്തി ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. രാത്രി കാലങ്ങളൊക്കെ ബൈക്കിൽ വരുന്നവർക്കും ഒരുപാട് അനുഭവങ്ങൾ, ഒരേ ആക്സിഡന്റുകൾ ഉണ്ടായിട്ട് അതിന്റെ തെളിവ് സഹിതം അവർ കാണിച്ചു തരാണ്. അപ്പം ഈ ഒരു സ്ഥലത്താണ് സുമതിനെ കൊന്നിട്ടത്.